നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. വീറ്റോ അധികാരം ഉപയോഗിക്കാൻ എത്ര രാജ്യങ്ങൾക്ക് അവകാശമുണ്ട്? 4 രാജ്യങ്ങൾക്ക്, 3 രാജ്യങ്ങൾക്ക്, 5 രാജ്യങ്ങൾക്ക്, 8 രാജ്യങ്ങൾക്ക്. വീറ്റോ അധികാരം ഉപയോഗിക്കാൻ 5 രാജ്യങ്ങൾക്കാണ് അധികാരമുള്ളത്. അഡോൾഫ് ഹിറ്റ്ലർ ഏത് രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു? റഷ്യ, ഫ്രാൻസ്, ജർമ്മനി, ഈജിപ്ത്. അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയുടെ ഭരണാധികാരിയായിരുന്നു. സ്വന്തമായി ഭരണഘടനയുള്ള ഏക സംസ്ഥാനം ഏത്? ജമ്മു കാശ്മീർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ്. സ്വന്തമായി ഭരണഘടനയുള്ള ഏക സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ലോകത്തെ ആദ്യ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏത്? എഡ്യൂസാറ്റ്, ജിസാറ്റ്, ആപ്പിൾ, ആര്യഭട്ട. ലോകത്തെ ആദ്യ വിദ്യാഭ്യാസ ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. രംഗൻ തിട്ടൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മൈസൂർ, ബാംഗ്ലൂർ, ബന്ദിപ്പൂർ, നാഗർകോയിൽ. രംഗൻ തിട്ടൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മൈസൂരാണ്. MT വാസുദേവൻ നായരുടെ ആദ്യത്തെ തിരക്കഥ ഏത്? അഗ്നിപുത്രി, സീതപ്പെണ്ണ്, മുറപ്പെണ്ണ്, ഊമപ്പെണ്ണ്. MT വാസുദേവൻ നായരുടെ ആദ്യത്തെ തിരക്കഥയാണ് മുറപ്പെണ്ണ്. ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്ത്? ചുവപ്പ്, നീല, മഞ്ഞ, വെള്ള. ഒളിമ്പിക്സ് പതാകയുടെ നിറം ഏത്? ഒളിമ്പിക്സ് പതാകയുടെ നിറം വെള്ളയാണ്. നൈജീരിയ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതി ഏത്? വൈറ്റ് ഹൗസ്, ബ്ലൂ ഹൗസ്, അസോവില്ല, നാഷണൽ പാലസ്. നൈജീരിയ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് അസോവില്ല എന്നാണ്. മൃണാളിനി സാരാഭായി ഏത് രംഗത്ത് പ്രശസ്തയാണ്? കുച്ചിപ്പുടി, ഭരതനാട്യം, മണിപ്പൂരി, ഒഡീസി. മൃണാളിനി സാരാഭായി ഭരതനാട്യത്തിൽ പ്രശസ്തയാണ്. കല്ലുവാതക്കൽ മദ്യദുരന്തം അന്വേഷിച്ച കമ്മീഷൻ ആരാണ്? ജയിൽ കമ്മീഷൻ, മുഖർജി കമ്മീഷൻ, മോഹൻ കുമാർ കമ്മീഷൻ, നാനാവതി കമ്മീഷൻ. മോഹൻ കുമാർ കമ്മീഷനായിരുന്നു. കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 141, 142, 143, 144. കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 141. ക്യൂലെക്സ് കൊതുക് പരത്തുന്ന രോഗം ഏത്? കോളറ, പ്ലേഗ്, മലേറിയ, മന്ത്. ക്യൂലെക്സ് കൊതുകുകൾ പരത്തുന്ന രോഗമാണ് മന്ത്. പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന വെള്ളത്തിൽ ഏറ്റവും ശുദ്ധമായ വെള്ളം ഏത്? പൈപ്പ് വെള്ളം, കിണർ വെള്ളം, തടാകജലം, മഴവെള്ളം. ഏറ്റവും ശുദ്ധമായ വെള്ളം മഴവെള്ളമാണ്. ഏറ്റവും കൂടുതൽ അടിച്ചു നീട്ടാവുന്ന ലോഹം ഏത്? ചെമ്പ്, സ്വർണം, പ്ലാറ്റിനം, വെള്ളി. ഏറ്റവും കൂടുതൽ അടിച്ചു നീട്ടാവുന്ന ലോഹമാണ് സ്വർണം. ആപ്പിൾ സംസ്ഥാനം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ. ആപ്പിൾ സംസ്ഥാനം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ്. 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ നഗരം ഏത്? ന്യൂഡൽഹി, സിംല, ചണ്ഡീഗഡ്, ഹൈദരാബാദ്. ചണ്ഡീഗഡാണ് ശരിയായ ഉത്തരം. UNOയുടെ സ്ഥാപക ദിനം എന്ന്? ഏപ്രിൽ 1, സെപ്റ്റംബർ 1, ജൂലൈ 18, ഒക്ടോബർ 24. UNOയുടെ സ്ഥാപക ദിനം ഒക്ടോബർ 24 അസം സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഏത്?
ഹൈദരാബാദ്, ഗാന്ധിനഗർ, ബാംഗ്ലൂർ, ഭുവനേശ്വർ. അസമിൻ്റെ തലസ്ഥാനം ഭുവനേശ്വറാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൂലകമായിട്ടുള്ളത് ഏത്? ഉപ്പ്, ചെമ്പ്, പഞ്ചസാര, ജലം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൂലകമായിട്ടുള്ളത് ചെമ്പാണ്. ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ച വർഷം 1916, 1917, 1918, 1919. ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് 1916 ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം, കറിയുപ്പ്, അലക്കുകാരം ഇവയൊന്നുമല്ല. ജലം ശുദ്ധീകരിക്കുവാൻ ഇവയൊന്നും ഉപയോഗിക്കാറില്ല. ടെലിവിഷൻ കണ്ടുപിടിച്ചത് ആര്? ഫ്ലെമിംഗ്, ഗ്രഹാം ബെൽ, മാർക്കോണി, ബയേർഡ്. ടെലിവിഷൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനായിരുന്നു ബയേർഡ്. പാരമ്പര്യ രോഗം അല്ലാത്തത് ഏത്? ആസ്മ, മലേറിയ, അപസ്മാരം, ഹീമോഫീലിയ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാരമ്പര്യ രോഗം അല്ലാത്തതാണ് മലേറിയ. വിറ്റാമിൻ സിയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം ഏത്? സെറിബറി, കണ, സ്കർവി, കാഴ്ചക്കുറവ്. വിറ്റാമിൻ സിയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. കർഷകൻ്റെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി ഏത്? കാള, ഞണ്ട്, എലി, മണ്ണിര. കർഷകൻ്റെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവിയാണ് മണ്ണിര. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ എത്ര? 72, 73, 74, 75. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ 72 തവണയാണ്. പകർച്ചവ്യാധി അല്ലാത്ത രോഗമേത്? പ്രമേഹം, ജലദോഷം, കുഷ്ഠം, കോളറ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പകർച്ചവ്യാധി അല്ലാത്ത രോഗമാണ് പ്രമേഹം. കാളിദാസൻ്റെ കൃതി അല്ലാത്തത് ഏത്? മേഘസന്ദേശം, ഋതുസംഹാരം, മയൂരസന്ദേശം, കുമാരസംഭവം. കാളിദാസൻ്റെ കൃതി അല്ലാത്തത് മയൂരസന്ദേശമാണ്. ഗുരുനാനാക്കിൻ്റെ ജനനം ഏതു വർഷമാണ്? 1469, 1369, 1269, 1169. ഗുരുനാനാക്കിൻ്റെ ജനനം 1469. താഴെ കൊടുത്തിട്ടുള്ളവയിൽ കൂടുതൽ ഊർജം നൽകുന്നത് ഏത്? മത്സ്യം, നിലക്കടല, പാൽ, മുട്ട. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂടുതൽ ഊർജം നൽകുന്നത് പാലാണ്. സൂര്യതാപം താഴെ പറയുന്ന ഏതു മാർഗത്തിലൂടെയാണ് ഭൂമിയിൽ എത്തുന്നത്? താപവിഭജനം, വികിരണം, സംവഹനം ഇവയൊന്നുമല്ല. സംവഹനം വഴിയാണ്. ലോഹ അയിരുകളിൽ അലുമിനിയം ഏതിൽ നിന്നാണ് വേർതിരിക്കുന്നത്? മാലക്കൈറ്റ്, ബോക്സൈറ്റ്, ലിഗ്നൈറ്റ്, കാൽസൈറ്റ്. ലോഹ അയിരുകളിൽ അലുമിനിയം വേർതിരിക്കുന്നത് ബോക്സൈറ്റിൽ നിന്നാണ്. ഗ്ലൈക്കോജൻ കൂടുതലായി കാണപ്പെടുന്ന ശരീരഭാഗം ഏത്? എല്ല്, കരൾ, കിഡ്നി, പ്ലീഹ. കൂടുതലായി കാണപ്പെടുന്നത് കരളിലാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് നാടോടി നൃത്തം? ഗാർബ, കഥകളി, കുച്ചിപ്പുടി, ഭരതനാട്യം. താഴെ പറയുന്നവയിൽ നാടോടി നൃത്തം ഗാർബയാണ്. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര? 22, 24, 18, 26. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം 24 ആണ്. ഏത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ് ഡയറ്റ്? നേപ്പാൾ, ഹോളണ്ട്, ജപ്പാൻ, നോർവേ.
ജപ്പാൻ്റെ പാർലമെൻറ്റാണ് ഡയറ്റ്. സതീഷ് ഗുജ്റാൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാഷ്ട്രീയം, സിനിമ, ചിത്രകല, സാഹിത്യം. സതീഷ് ഗുജ്റാൾ ചിത്രകലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. സാർക്കിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്ര? 5, 6, 7, 8 അംഗരാജ്യങ്ങൾ. സാർക്കിലെ അംഗരാജ്യങ്ങൾ 7 പവിഴദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? അയർലാൻഡ്, ന്യൂസിലാൻഡ്, ഗ്രീൻലാൻഡ്, സ്കോട്ട്ലാൻഡ്. പവിഴദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യമാണ് അയർലാൻഡ്. ഖജുരാഹോ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ആസാം, ബീഹാർ, തമിഴ്നാട്, മധ്യപ്രദേശ്. ഖജുരാഹോ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം? കൊല്ലം, അരുവിപ്പുറം, ചെമ്പഴന്തി, വർക്കല. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തിയാണ്. 2001 സെൻസസ് അനുസരിച്ച് ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏത്? ബീഹാർ, തമിഴ്നാട്, കേരളം, പശ്ചിമ ബംഗാൾ. ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഭഗവത്ഗീത ആരുടെ പുരാതന കൃതിയാണ്? ജയദേവൻ, വ്യാസൻ, ശക്തിഭദ്രൻ, കൗടല്യൻ. ഭഗവത്ഗീത വ്യാസൻ്റെ പുരാതന കൃതിയാണ്. 4 തവണ ലോകകപ്പ് ഹോക്കി കിരീടം നേടിയ രാജ്യം ഏത്? കൊറിയ, ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ. 4 തവണ ലോകകപ്പ് ഹോക്കി കിരീടം നേടിയത് പാകിസ്ഥാനായിരുന്നു. 2008 മുട്ടത്ത് വർക്കി പുരസ്കാര ജേതാവായ വ്യക്തി? സക്കറിയ, കമല സുരയ്യ, പത്മനാഭൻ, എം സുകുമാരൻ. 2008 മുട്ടത്ത് വർക്കി പുരസ്കാര ജേതാവായത് എം സുകുമാരനായിരുന്നു. മണ്ണിരയുടെ ശ്വസനാവയവം ഏത്? കണ്ണ്, വായ, ത്വക്ക്, ചെവി. മണ്ണിരയുടെ ശ്വസനാവയവം സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ത്വക്കിലാണ്. ധ്രുവക്കരടികൾ കാണപ്പെടുന്ന പ്രദേശം ഏത്? ദക്ഷിണ ധ്രുവത്തിൽ, ഉത്തര ധ്രുവത്തിൽ, കണ്ടൽക്കാടുകളിൽ, മരുഭൂമിയിൽ. ധ്രുവക്കരടികൾ കൂടുതലായി കാണപ്പെടുന്നത് ഉത്തര ധ്രുവത്തിലാണ്. ചിരിക്കുന്ന പക്ഷി എന്നറിയപ്പെടുന്നത് ഏത്? പൊന്മാൻ, ആകാശക്കുരുവി, ഫുൾമർ, കുക്കാമ്പുറ. ചിരിക്കുന്ന പക്ഷി എന്നറിയപ്പെടുന്നത് കുക്കാമ്പുറയാണ്. സ്റ്റുപ്പിഡ് ബേർഡ് എന്നറിയപ്പെടുന്ന പക്ഷി ഏത്? കാക്ക, കോഴി, താറാവ്, മരംകൊത്തി. സ്റ്റുപ്പിഡ് ബേർഡ് എന്നറിയപ്പെടുന്ന പക്ഷിയാണ് താറാവ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏലം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? മണിപ്പൂർ, ഒറീസ, കേരളം, രാജസ്ഥാൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏലം ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിൽ നിന്നുമാണ്. ധനം കൂടുന്തോറും മനുഷ്യൻ ദുഃഖിക്കുന്നു എന്നു പറഞ്ഞതാര്? മഹാത്മാഗാന്ധി, മിൽട്ടൺ, ടാഗോർ, ഒളിവർ ഗോൾഡ് സ്മിത്ത്. ഒളിവർ ഗോൾഡ് സ്മിത്താണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ആനിമേഷൻ ചിത്രം ഏത്? രാമായണം, മഹാഭാരതം, ഹനുമാൻ, ഭാഗവതം. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ആനിമേഷൻ ചിത്രമായിരുന്നു ഹനുമാൻ. ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിളിക്കപ്പെടുന്ന രാജാവ് ആര്? അശോകൻ, കുമാരഗുപ്തൻ, ചന്ദ്രഗുപ്തൻ, സമുദ്രഗുപ്തൻ. ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിളിക്കപ്പെടുന്ന രാജാവാണ് സമുദ്രഗുപ്തൻ. സർവ്വരാജ്യ സഖ്യത്തിൽ അംഗമല്ലാതിരുന്ന രാജ്യം ഏത്? ഫ്രാൻസ്, ബ്രിട്ടൻ, അമേരിക്ക, ജർമ്മനി.
സർവ്വരാജ്യ സഖ്യത്തിൽ അംഗമല്ലാതിരുന്ന രാജ്യമാണ് അമേരിക്ക. റസൂൽ പൂക്കുട്ടി ഏത് രംഗത്ത് പ്രശസ്തനാണ്? ശബ്ദമിശ്രണം, സിനിമാ സംവിധാനം, സിനിമാ നിർമ്മാണം, സിനിമാ ഗാനരചയിതാവ്. റസൂൽ പൂക്കുട്ടി ശബ്ദമിശ്രണത്തിൽ പ്രശസ്തനാണ്. ബംഗ്ലാദേശിലെ ദേശീയ കായിക വിനോദം ഏത്? കബഡി, ക്രിക്കറ്റ്, ഫുട്ബോള്, വോളിബോള്. ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി. ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ കെ, വിറ്റാമിൻ ഡി. ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? സർപ്പഗന്ധി, പനിക്കൂർക്ക, തുളസി. റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് സർപ്പഗന്ധിയിൽ നിന്നാണ്. ത്രികടു എന്നറിയപ്പെടുന്ന എരിവുള്ള ഔഷധ സസ്യം ഏത്? മുളക്, ഇഞ്ചി, ഏലം, ഗ്രാമ്പൂ. ത്രികടു എന്നറിയപ്പെടുന്ന എരിവുള്ള ഔഷധ സസ്യമാണ് മുളക്. ദശലക്ഷക്കണക്കിന് മുട്ടയിടുന്ന ഒരു ജീവി ഏത്? നക്ഷത്രമീൻ, പാമ്പ്, പല്ലി, തവള. ദശലക്ഷക്കണക്കിന് മുട്ടയിടുന്ന ഒരു ജീവിയാണ് നക്ഷത്രമീൻ. എല്ലാ ദിവസവും സെക്സിൽ ഏർപ്പെട്ടാൽ എന്ത് സംഭവിക്കും? കാമം കൂടും, ക്ഷീണം കൂടും, സന്തോഷം തോന്നും, വെറുപ്പ് അനുഭവപ്പെടും. എല്ലാ ദിവസവും സെക്സിൽ ഏർപ്പെട്ടാൽ കാമം കൂടുമെന്ന് പറയപ്പെടുന്നു.